ഹായ് ഓൾ, വെൽക്കം ടു ഷൈനീസ് ഫിസിക്സ് ക്ലാസ് റൂം. കഴിഞ്ഞ ക്ലാസ്സിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരുന്നു പഠിച്ചിരുന്നത് അല്ലേ? സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിരുന്നു? ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. ഇതായിരുന്നു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചു അല്ലേ? വാട്ട് ഇസ് എ സൊല്യൂഷൻ? സൊല്യൂഷൻ എന്തായിരുന്നു? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ഓക്കെ, ഇത് എക്സ് ഡയറക്ഷനിലായിരിക്കുമ്പോൾ ഉള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, സോ വൈ ഡയറക്ഷനിലായിരിക്കുമ്പോൾ ഇതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? വൈ ഓഫ് ടി വിൽ ബി ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. ഓക്കെ, ഇതായിരുന്നു എക്സ്പ്രഷൻ. ഇത് കഴിഞ്ഞിട്ട് ഒരു പ്രോബ്ലമും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? ഇനി നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് യൂണിഫോം സർക്കുലർ മോഷൻ. എന്തായിരുന്നു? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് യൂണിഫോം സർക്കുലർ മോഷൻ. ഓക്കെ, സോ അതിനു വേണ്ടിയിട്ട് കൺസിഡർ എ പാർട്ടിക്കിൾ വിച്ച് ഇസ് മൂവിങ് in uniform circular motion. Okay, consider a particle which is moving in uniform circular motion. Okay. So initially പാർട്ടിക്കിൾ ഇവിടെയാണെന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞ് ഒമേഗ വെലോസിറ്റിയിൽ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്ത് പാർട്ടിക്കിൾ ഇവിടെ എത്തി. ഓക്കെ, സോ ആദ്യം നമ്മൾ എന്താണ്? ഇനിഷ്യലി പാർട്ടിക്കിൾ ഇവിടെയാണെന്ന് കൺസിഡർ ചെയ്യുക, ഈ പോയിന്റിൽ. ഓക്കെ, അത് കഴിഞ്ഞ് ഒമേഗ വെലോസിറ്റിയിൽ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്ത് ഇവിടം വരെ എത്തി. ഓക്കെ, സോ ദിസ് ഇസ് O, ഈ പോയിന്റ് P, Q, this one is R. Okay, x-axis, this one is the y-axis. Okay, so ഈ Q ഇനിഷ്യലി ഈ Q എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പൊ അവിടെ ടൈം എന്തായിരിക്കും? T is equal to 0. പിന്നെ T equal to T സെക്കൻഡ് ആയപ്പോഴാണ് അത് എവിടെ എത്തിയത്? R എന്ന് പറയുന്ന പോയിന്റിൽ എത്തിയത്. ഓക്കെ, സോ Q ഇസ് മേക്കിംഗ് ആൻ ആംഗിൾ ഫൈ വിത്ത് P. ഓക്കെ, ഈ പോയിന്റുമായിട്ട് ഫൈ ആണ്. R ഇസ് മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ വിത്ത് Q. ഓക്കെ, സോ നമുക്കറിയാം ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഇസ് ആംഗുലാർ വെലോസിറ്റി? ആംഗുലാർ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്തായിരുന്നു? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ അല്ലേ? ആംഗുലാർ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. സോ ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒമേഗ വിച്ച് ഇസ് ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ഡിവൈഡഡ് ബൈ ടി. സോ ഇതിനകത്തുനിന്ന് തീറ്റ എന്തായിരിക്കും? തീറ്റ വിൽ ബി ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി. അപ്പൊ ഇവിടുത്തെ തീറ്റ എന്തായി? തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി. ഓക്കെ, സോ നമുക്ക് ആ ഡയഗ്രാം കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് വരയ്ക്കാം. ഇതാണ് P അല്ല Q, ഇത് R എന്ന് പറയുന്ന പോയിന്റ്. സോ ഇതാണ് O. ഓക്കെ, ദിസ് വൺ ഇസ് X, ഇവിടം വരെ ഈ പോയിന്റ് P, ഇത് Q, ഇതെന്തായിരുന്നു? R. ദിസ് വൺ ഇസ് തീറ്റ. നമുക്ക് തീറ്റ എന്ത് കിട്ടി? ഒമേഗ ടി എന്ന് കിട്ടി. ഇതാണ് ഫൈ. ഓക്കെ, സോ ഇതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഇനി ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈക്വൽ ടു എ ആണ് കേട്ടോ. സോ ഇത് മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസും ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആയാലും എന്താണ്? ഇത് മുതൽ P വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ആണ്, അതിന്റെ റേഡിയസ് എ. ഓക്കെ, സോ
from 0 to P, the distance is A. അപ്പോൾ from 0 to R, what will be the distance? എന്തായിരിക്കും? 0 to R വരെ 0 അല്ല, O to R ആണ്. O ആണ് പോയിന്റ്. O to R, the distance is A. A ആണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ഈ 0 ടു ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ആണ്. സോ വാട്ട് ഇസ് കോസ് ഫൈ? കോസ് ഈ ആറ് വിത്ത് റെസ്പെക്ട് ടു ഈ എക്സ് ആക്സിസ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്. സോ ദാറ്റ് ഈസ് കോസ് ഓഫ് തീറ്റ പ്ലസ് ഫൈ അല്ലേ? കോസ് തീറ്റ പ്ലസ് ഫൈ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? കോസ് തീറ്റ പ്ലസ് ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഡിവൈഡഡ് ബൈ എ അല്ലേ? adjacent side divided by hypotenuse. അപ്പോൾ what will be x? x is equal to a into cos of theta plus phi. നമ്മൾ നേരത്തെ എന്താ കണ്ടുപിടിച്ചത്? തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ചു. എന്തായിരുന്നു? a cos theta equal to omega t. So omega t plus phi. This is x of T. This is the displacement. Okay, അപ്പോൾ നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ, യൂണിഫോം സർക്കുലർ മോഷൻ ഇന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ. അപ്പോൾ വേർ എ എന്ന് പറയുന്നത് എന്തുവാണ്? ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, വാട്ട് ഈസ് എ? എ ഈസ് നോൺ ആസ് ദ ആംപ്ലിറ്റ്യൂഡ്. ആ യൂണിഫോം സർക്കുലർ മോഷന്റെ റേഡിയസ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. അതാണ് ആംപ്ലിറ്റ്യൂഡ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു ചെറിയ പ്രോബ്ലം നമുക്ക് ചെയ്യാം. ടെക്സ്റ്റിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, 14 ആണ് ടെക്സ്റ്റിനകത്തുള്ള. അതായത് രണ്ട് ഫിഗർ അതിനകത്ത് തന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് ഒബ്റ്റെയിൻ ദ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് ദ എക്സ് പ്രൊജക്ഷൻ ഓഫ് റേഡിയസ് വെക്റ്റർ ഓഫ് ദ റൊട്ടേറ്റിംഗ് പാർട്ടിക്കിൾ പി. ഓക്കെ, അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഞാൻ ആ ഡയഗ്രാം വരയ്ക്കാവേ. ഓക്കെ, ഇതിൻ്റെ പി എന്ന് പറയുന്നത് ഈ പോയിന്റിലും ഉണ്ട്. പിന്നെ അതായത് ദിസ് ഇസ് ദ എക്സ് ആക്സിസ്, ദിസ് ഇസ് ദ വൈ ആക്സിസ്. ഓക്കെ, ഇനിഷ്യലി ഈ പോയിന്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്കിൾ ഇനിഷ്യലി ഈ പോയിന്റിലാണ് at t equal to 0. Now the particle reached at this point. അപ്പോൾ അതിനെ നമ്മൾ Q എന്ന് കൊടുക്കുക. ഓക്കെ, ഗിവൺ ഈ ആംഗിൾ തന്നിട്ടുണ്ട് 45 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. 0, ദിസ് ഇസ് O എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിട്ടുണ്ട് 4 സെക്കൻഡ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇനിഷ്യലി ഈ പാർട്ടിക്കിൾ പിയിലാണ് ഇരിക്കുന്നത്. ഇത് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അത് മൂവ് ചെയ്ത് ഇങ്ങോട്ടെത്തി. സോ അത് എങ്ങനെ ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് അല്ലേ? ആംഗുലാർ വെലോസിറ്റി ഈ വെലോസിറ്റിയിൽ ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ത് ഡയറക്ഷൻ ആയിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യുക ഏത് ഡയറക്ഷനിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഇനീഷ്യൽ പൊസിഷൻ ആണ്. ഇതാണ് ക്യൂ എന്ന് പറയുന്ന പൊസിഷൻ. അതായത് അടുത്ത പൊസിഷൻ ക്യൂയിലോട്ടാണ് മാറി എന്ന് പറഞ്ഞേക്കുന്നത്. സോ ഇതൊരു ഈ ഒരു ആംഗുലാർ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റീച്ച് ചെയ്യാൻ വേണ്ടി അതെന്ത് ചെയ്യും? ഇങ്ങനെയാണ് പോയി കാണുക. അപ്പം അതെന്താ അതിന്റെ പൊസിഷൻ നമ്മൾ ഏത് ഡയറക്ഷനിൽ അത് മൂവ് ചെയ്തു എന്ന് ഐഡന്റിഫൈ ചെയ്യുക. സ്റ്റെപ്പ് 1 ഏത് ഡയറക്ഷൻ ആയിരുന്നു? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡയറക്ഷൻ കണ്ടുപിടിച്ചു. ഏതാണ്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇത് 45 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ നമ്മൾ
ടെക്സ്റ്റിനകത്ത് എന്തുവാണ് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ തീറ്റ ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് ഈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് അടുത്ത കണ്ടുപിടിക്കാനുള്ളത്. സ്റ്റെപ്പ് 2. സോ വാട്ട് ഈസ് ദ ആംഗിൾ? ക്യൂ വിത്ത് റെസ്പെക്ട് ടു എക്സ് എത്രയാണ്? ആംഗിൾ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, ആംഗിൾ എത്രയാണ്? ആംഗിൾ വിച്ച് ഇസ് ഈക്വൽ ടു തീറ്റ പ്ലസ് 45 ഡിഗ്രി. ഓക്കെ, നമുക്ക് തീറ്റ നമുക്കറിയാം. എന്തുവാണ് തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ? തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലേ? തീറ്റ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ആംഗുലാർ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്താണ്? ആംഗുലാർ വെലോസിറ്റി ഇസ് ഈക്വൽ ടു, നോക്ക്, നമ്മൾ നേരത്തെ what is angular velocity? Omega. Omega is equal to the angular displacement by time taken, theta divided by t. From this, theta is equal to omega t. അപ്പോൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തീറ്റ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇറ്റ് ഈസ് ഒമേഗ ടി. സോ ഒമേഗ ടി പ്ലസ് 45 ഡിഗ്രി. ഇനി ഞാൻ പറഞ്ഞു തരുന്നു, നമുക്ക് ടൈം പീരീഡ് എന്താണ്? ക്യാപിറ്റൽ ടിയുടെ എക്സ്പ്രഷൻ എന്താണ്? 2 പൈ ഡിവൈഡഡ് ബൈ ഒമേഗ. ഇതിനകത്തുനിന്ന് ഒമേഗ എന്ത് കിട്ടും? ഒമേഗ ഇസ് ഈക്വൽ ടു 2 പൈ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടി. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 പൈ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ടി ഇൻറ്റു സ്മോൾ ടി പ്ലസ് 45 ഡിഗ്രി. വാട്ട് ഇസ് ക്യാപിറ്റൽ ടി? ഇവിടെ തന്നിട്ടുണ്ട് 4 സെക്കൻഡ്സ്. സോ 2 പൈ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ടി പ്ലസ് 45 ഡിഗ്രി. വാട്ട് ഇസ് 2 പൈ ബൈ 4? ഇറ്റ് ഇസ് pi divided by 2 into t plus 45 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആംഗിൾ കിട്ടി അല്ലേ? സോ ആ ഫേസ് നമുക്ക് കിട്ടി. ഫേസ് ഇസ് വാട്ട്? പൈ ബൈ 2 ടി പ്ലസ് 45 ഡിഗ്രി. ഇനി നമുക്ക് അറിയാവുന്ന എക്സ്പ്രഷൻ എന്തുവാണ്? നമ്മുടെ ജനറൽ എക്സ്പ്രഷൻ എന്തുവാണ്? വാട്ട് ഇസ് ദ ജനറൽ എക്സ്പ്രഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ? ജനറൽ എക്സ്പ്രഷൻ എന്തായിരുന്നു? General expression is equal to, what is that? X of t is equal to a cos omega t plus phi അല്ലേ? അപ്പൊ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവർ പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് ഇതിനകത്തുള്ള റേഡിയസ് എന്ന് പറയുന്നത് എ ആണെന്ന്. സോ അത് എ ആണെന്ന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മാർക്ക് ചെയ്യുക. അപ്പൊ അതുപോലെ ഇവിടെ എടുത്താൽ മതി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എക്ക് പകരം ഇവിടെ വേറെ എന്തെങ്കിലും വാല്യൂ ആണ് തന്നേക്കുന്നത്. അതായത് ഇപ്പൊ 1ഓ 2ഓ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അതേപോലെ വാല്യൂ അങ്ങ് എടുത്താൽ മതി. സോ ഹിയർ ഇറ്റ് ഈസ് എ കോസ് നമ്മൾ കണ്ടുപിടിച്ചു ഒമേഗ ടി പ്ലസ് ഫൈ എന്തായിരുന്നു? പൈ ബൈ 2 ടി പ്ലസ് 45 ഡിഗ്രി. സോ ദിസ് ഇസ് ദ എന്താണ്? ഇതാണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, സോ നമ്മൾ പ്രോബ്ലം ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒബ്റ്റെയിൻ ദ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഓഫ് ദ എക്സ് പ്രൊജക്ഷൻ ഓഫ് ദ റേഡിയസ് വെക്റ്റർ ഓഫ് റൊട്ടേറ്റിംഗ് പാർട്ടിക്കിൾ പി. സോ നമ്മൾ അതിന്റെ ജനറൽ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. സോ അടുത്ത ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാനിതൊന്ന് പറയാവേ. സോ നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്, ഞാൻ പഠിപ്പിച്ച ടോപ്പിക് ഏതായിരുന്നു? സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് യൂണിഫോം സർക്കുലർ മോഷൻ. സോ കൺസിഡർ എ പാർട്ടിക്കിൾ വിച്ച് ഇസ് മൂവിങ് ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ. ഒരു യൂണിഫോം സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിനെ നമ്മൾ കൺസിഡർ ചെയ്യുക. സോ ഇതാണ് ആ പാർട്ടിക്കിൾ. അപ്പൊ ഇനീഷ്യലി ആ പാർട്ടിക്കിൾ ക്യൂ എന്ന് പറയുന്ന പൊസിഷനിലാണ്. ഇനീഷ്യലി ആയതുകൊണ്ടാണ് അറ്റ് ടൈം ടി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഇനി അടുത്ത ടി ഈക്വൽ ടു ടി സെക്കൻഡ്സ് ആയപ്പോൾ അത് ഈ ആർ എന്ന് പറയുന്ന ആ പോയിന്റിലോട്ട് എത്തി. അതിന്റെ ആ സ്പീഡ് എന്ന് പറയുന്നത് ഒമേഗ വെലോസിറ്റിയിലാണ്, ആംഗുലാർ വെലോസിറ്റിയിലാണ് അത് മൂവ് ചെയ്ത് എന്തുവരെ എത്തിയത്? ആർ എന്ന് പറയുന്ന പോയിന്റ് വരെ എത്തിയത്. ക്യൂ ഇനീഷ്യലി ആയിരുന്ന സമയത്ത് അത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ഇറ്റ് വിൽ മേക്ക് ആൻ ആംഗിൾ ഫൈ. ഓക്കെ, സോ ഫൈനലി ഇതൊരു ടി ഈക്വൽ ടു ടി സെക്കൻഡ് പോയിന്റിൽ റീച്ച് ചെയ്തപ്പോൾ അവിടെ നിന്ന് ഇത് എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമുക്കറിയാം ആംഗുലാർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ആണ്. സോ വാട്ട് ഇസ് ഒമേഗ? ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നതാണ് ഒമേഗ. ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ ഡിവൈഡഡ് ബൈ ടി. ഇതിനകത്ത് നിന്ന് തീറ്റ നമുക്ക് കിട്ടി. തീറ്റ, വാട്ട് ഇസ് തീറ്റ? തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു ടി. ഇനി ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്കറിയാം ഈ ആംഗിൾ എന്ന് പറയുന്നത് ഈ 6 മുതൽ 6 മുതൽ 45 ഡിഗ്രി. 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 6 മുതൽ 45 ഡിഗ്രി.
ഈ R ഈ ഫൈനൽ പൊസിഷനിൽ ഇരിക്കുന്ന ഈ R ഓക്കെ ഈ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് എടുക്കുന്ന ആ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ. അതായത് ഇത്രേ ആ ആംഗിൾ ആണ്. ഓക്കെ ആ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് തീറ്റ. ഇത് തൊട്ട് ഇതുവരെയുള്ള ആംഗിൾ തീറ്റ, ഇത് തൊട്ട് ഇതുവരെയുള്ള ആംഗിൾ ഫൈ. സോ ഈ മൊത്തത്തിലുള്ള ആംഗിൾ എന്തായിരിക്കും? തീറ്റ പ്ലസ് ഫൈ. തീറ്റ നമുക്കറിയാം എന്തായിരുന്നു, നമ്മൾ കണ്ടുപിടിച്ചു, ഒമേഗ ടി പ്ലസ് ഫൈ. ഓക്കെ ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ഡിവൈഡഡ് ബൈ ടി ആണ്, ഇൻറ്റു ടി പ്ലസ് ഫൈ. ഓക്കെ അങ്ങനെയാണ് ഇങ്ങനെ കിട്ടുന്നത്. പിന്നെ നമുക്കറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കോസ് ഫൈ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഇറ്റ് ഈസ് adjacent side divided cos theta എന്ന് പറഞ്ഞാൽ adjacent side divided by hypotenuse ആണ്. സോ അത് ആ എക്സ്പ്രഷൻ യൂസ് ചെയ്ത് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. സോ എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ. ദിസ് ഇസ് ദ ജനറൽ എക്സ്പ്രഷൻ ഫോർ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ സോ അങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ സോ നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അതായത് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ വെലോസിറ്റിയും ആക്സിലറേഷനും കണ്ടുപിടിക്കാം. ഓക്കെ സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടു ഫൈൻഡ് ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. വെലോസിറ്റി ഓഫ്, ആദ്യം നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം കേട്ടോ. വെലോസിറ്റി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സോ നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ജനറൽ എക്സ്പ്രഷൻ അറിയാം. ആദ്യം അത് എഴുതുക. വാട്ട് ഈസ് ദ ജനറൽ എക്സ്പ്രഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ? എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ അല്ലേ? വാട്ട് ഈസ് എക്സ് ഓഫ് ടി? എക്സ് ഓഫ് ടി ഈസ് എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഞാൻ ആദ്യത്തെ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു പറഞ്ഞത്, രണ്ടാമത്തെ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാട്ട് ഈസ് വെലോസിറ്റി ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? വെലോസിറ്റി ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. Velocity is equal to rate of change of displacement. What is rate of change of quantity? D by dt. Okay. So rate of change of displacement എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? D by dt of V. അല്ലേ? സോറി, D by dt of X. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ X ആണ്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഓഫ് ടി അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ആണ് ഈ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ. അപ്പൊ നമുക്ക് വെലോസിറ്റിനെ എങ്ങനെ എഴുതാം? ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടി അല്ലേ? ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ d by dt of x of t എന്തുവാണ്? a cos omega t plus phi. Okay. So what is the differentiation of, that is d by dt of cos theta? Differential of cos theta എന്തുവാണ്? Minus sin theta. Okay. ഇനി differential of d by dt of cos omega, അതായത് cos t എന്തായിരിക്കും? ഒമേഗ അല്ല, വെറും cos t. cos t എന്ന് പറയുമ്പോൾ മൈനസ് sin t. Then what is differential of d by dt of cos omega t? ഒരു കോൺസ്റ്റന്റും കൂടെ അല്ലേ? അപ്പൊ എന്ത് കിട്ടും? മൈനസ് സൈൻ ടി ഇൻറ്റു ഒമേഗ. അപ്പൊ അതിനെ എങ്ങനെ എഴുതാം? നമുക്ക് മൈനസ് ഒമേഗ സൈൻ ടി എന്ന് എഴുതാം. ഓക്കെ
അതേപോലെ തന്നെ നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോൺസ്റ്റന്റ് ആദ്യം കോൺസ്റ്റന്റിനെ പുറത്തെടുക്കുക. എന്നിട്ട് ബാക്കി ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തേ എന്ത് കിട്ടും? എ ഇൻറ്റു മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് അല്ലേ? ഇനി എന്തുണ്ട്? ഇൻറ്റു ഈ ഒമേഗ അല്ലേ? ഇൻറ്റു ഒമേഗ. സോ നമുക്ക് എന്ത് കിട്ടും? It is equal to minus a omega sin omega t plus 5. കിട്ടിയില്ലേ? മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് 5. സോ ദിസ് ഇസ് ദ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്താണ്? വി ഇസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് 5. നമുക്കിനി ഇതിനെ കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്തുവാണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. സോ ഇതിനകത്ത് നിന്ന് വാട്ട് ഇസ് സൈൻ സ്ക്വയർ തീറ്റ? സൈൻ സ്ക്വയർ തീറ്റ ഈസ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ അല്ലേ? ദെൻ വാട്ട് ഇസ് സൈൻ തീറ്റ? എന്തായിരിക്കും? റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സൈൻ തീറ്റേനെ ഇവിടുത്തെ സൈൻ ഒമേഗ ടി പ്ലസ് 5നെ എങ്ങനെ എഴുതാം? ഈ തീറ്റയുടെ സ്ഥാനത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി? ഒമേഗ ടി പ്ലസ് 5 കൊടുത്താൽ മതി. ഇറ്റ് വിൽ ബി ഈക്വൽ ടു വാട്ട്? 1 മൈനസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 അല്ലേ? അങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് വെലോസിറ്റി എന്ത് കിട്ടി? മൈനസ് എ ഒമേഗ ഇൻറ്റു വാട്ട് ഇസ് സൈൻ ഒമേഗ ടി പ്ലസ് 5? ഇറ്റ് ഇസ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 അല്ലേ? നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? എ കോസ് ഒമേഗ ടി പ്ലസ് 5 ആണ് അല്ലേ? അപ്പൊ ഇതിനകത്ത് നിന്ന് വാട്ട് ഇസ് കോസ് ഒമേഗ ടി പ്ലസ് 5? കോസ് ഒമേഗ ടി പ്ലസ് 5 is equal to x divided by a. Okay. Cos omega t plus 5 is equal to x by a. Therefore, cos square omega t plus 5 will be equal to what? X square divided by a square. ഇനി ഇതിനകത്തോട്ട് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. v is equal to minus a omega into root of 1 minus cos square omega t plus 5. Cos square omega t plus 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? x square divided by a square. ഇനി ഇതിനകത്ത് നിന്ന് a square കോമൺ ആയിട്ട് എടുത്തു കൊടുക്കുക. ഡിവൈഡഡ് ബൈ എ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ പുറത്തോട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ഒമേഗ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. Then what will be the expression? It will be minus omega into root of a square minus x square. Okay, minus omega into root of a square minus x square. So നമുക്ക് എന്ത് കിട്ടി എക്സ്പ്രഷൻ? വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്ത് കിട്ടി? വെലോസിറ്റി ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, വെലോസിറ്റിയുടെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന എക്സ്പ്രഷൻ എന്തായിരുന്നു? വെലോസിറ്റി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ ഒമേഗ ഇൻറ്റു ഇവിടെ നിന്ന് ഒമേഗ വി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ ഒമേഗ ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 5. ഓക്കെ, സോ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്താണ് കിട്ടിയത്? വി ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വെലോസിറ്റി കിട്ടുന്നത്. ഇപ്പോ എക്സിന്റെ വാല്യൂ ഈക്വൽ ടു 0 ആണെന്ന് വിചാരിച്ചോ. സോറി, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലായിരുന്നോ?
a square minus x square. If x is equal to 0, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ what will be v? v is equal to minus omega into root of a square minus 0. What is a square minus 0? It is minus omega root of a square. So it will be equal to minus of a omega. So x is equal to 0 ആയിരിക്കുമ്പോൾ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്തുവാണ്? മൈനസ് എ ഒമേഗയാണ്. ഇനി എക്സ് ഇസ് ഈക്വൽ ടു എ ആയിരിക്കുമ്പോൾ വാട്ട് വിൽ ബി വി? വി ഇസ് ഈക്വൽ ടു നമുക്കറിയാം മൈനസ് ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. എക്സ് ഈക്വൽ ടു എ ആണ്. സോ എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സിന്റെ വാല്യൂ 0 ആയിരിക്കുമ്പം വെലോസിറ്റി വിൽ ബി മാക്സിമം. എക്സിന്റെ വാല്യൂ എ ആയിരിക്കുമ്പോൾ വെലോസിറ്റി വിൽ ബി മിനിമം ആയിരിക്കും. അതായത് വെലോസിറ്റി വിൽ ബി മാക്സിമം അറ്റ് മീൻ പൊസിഷൻ. വെലോസിറ്റി ഇത് മീൻ പൊസിഷൻ ആണ് അല്ലേ? എക്സ് ഈക്വൽ ടു 0 ആയിരുന്ന ഏതാണ്? മീൻ പൊസിഷൻ ആണ് അല്ലേ? വെലോസിറ്റി ഈസ് മാക്സിമം അറ്റ് മീൻ പൊസിഷൻ. അതേപോലെ ഇതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? എക്സ്ട്രീം പൊസിഷനിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഈസ് മിനിമം അറ്റ് എക്സ്ട്രീം പൊസിഷൻ. ഓക്കെ, സോ നമ്മൾ എന്തിന്റെ എക്സ്പ്രഷൻ ആണ് പഠിച്ചത്? വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ. വെലോസിറ്റി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക? നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ജനറൽ എക്സ്പ്രഷനിൽ നിന്ന് തുടങ്ങണം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5. വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അത് നമുക്കറിയാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടി. എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ കോസ് ഒമേഗ ടി പ്ലസ് 5 ആണ്. എന്നിട്ട് എ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി പ്ലസ് 5. സോ നമുക്കറിയാം ഡി ബൈ ഡി ടി ഓഫ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ തീറ്റയാണ്. സോ ഡി ബൈ ഡി ടി ഓഫ് കോസ് ടി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? തീറ്റയുടെ സ്ഥാനത്ത് ടി ആക്കി കൊടുത്താൽ മതി, മൈനസ് സൈൻ ടി. എന്നിട്ട് ഇനി ഡി ബൈ ഡി ടി ഓഫ് കോസ് ഓഫ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺസ്റ്റന്റ് കൂടെ ഉണ്ട്. അപ്പോൾ മൈനസ് സൈൻ ടി ഇൻറ്റു ഒമേഗ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സൈൻ ടി എന്ന് കിട്ടും. സോ ഇവിടെ നമ്മൾ ഈ ടേമിനെ ഇതേപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ഇൻറ്റു മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് 5 ഇൻറ്റു ഒമേഗ എന്ന് കിട്ടും. ഓർ ബി ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് 5. ഓക്കെ, ഇനി നമുക്കറിയാം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 1 ആണ്. സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു ഇവിടെ ഈ എക്സ്പ്രഷനിൽ നിന്ന് എങ്ങനെ എഴുതണം? 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. ഫ്രം ദിസ് വാട്ട് ഇസ് സൈൻ തീറ്റ? സൈൻ തീറ്റ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. എന്നിട്ട് ഇതിനകത്തുനിന്ന് തീറ്റയ്ക്ക് ഒമേഗ ടി പ്ലസ് 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ സൈൻ ഒമേഗ ടി പ്ലസ് 5 വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് വി ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. Therefore ഇനി നമുക്കറിയാം എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കോസ് ഒമേഗ ടി പ്ലസ് 5 ആണ്. സോ കോസ് ഒമേഗ ടി പ്ലസ് 5 വിൽ ബി ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ എ. So what is cos square omega t plus 5? X square divided by a square. ഇനി ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. b is equal to minus a omega into root of 1 minus x square by a square. a square കോമൺ ആയിട്ട് എടുക്കുക. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മൾ ആ ബോബിന്റെ വിത്ത് റെസ്പെക്ട് ടു ആണ് ആ പഠിക്കുന്നത്. ഇതാണ് മീൻ പൊസിഷനും ഇനി അത് ഇവിടം വരെ പോകുന്ന ഇതാണ് എന്ത്? എക്സ്ട്രീം പൊസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് മീൻ പൊസിഷനും ഇത് എക്സ്ട്രീം പൊസിഷനുമാണ് കേട്ടോ. ഇതാണ് ഇത് രണ്ടും എക്സ്ട്രീം പൊസിഷനാണ്. ഓക്കെ, ഈ മീൻ പൊസിഷനിലായിരിക്കുമ്പോൾ എക്സ് വിൽ ബി ഈക്വൽ ടു എന്താണ്? 0. എക്സ്ട്രീം പൊസിഷനിലെ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് അല്ലേ, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഓക്കെ, അതാണ് ആംപ്ലിറ്റ്യൂഡ്. അതാണ് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സ് ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ മൈനസ് എ ഒമേഗ. ഈ പൊസിഷനിലായിരിക്കും വെലോസിറ്റി മാക്സിമം, ഈ പൊസിഷനിൽ വെലോസിറ്റി മിനിമം ആയിരിക്കും. അതാണ് കണ്ടുപിടിച്ചേക്കുന്നത്. ഓക്കെ,
ഹോപ്പ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ആക്സിലറേഷൻ്റെ എക്സ്പ്രഷനും കൂടെ കണ്ടുപിടിച്ചതിന് ശേഷം 1-2 പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.